വർഷമായിട്ട് നമ്മളെ രാജീവ് ആചാൻ, ഇതിൽ വലലനായിട്ട് വേഷം ചെയ്യുന്ന രാജീവ് ആചാൻ്റെ സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ 60 പേരുണ്ട്. കഥകളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും എങ്ങനെ കഥകളി കളിക്കുമെന്ന് ചോദിച്ചാൽ കളിക്കുകയല്ല, മുദ്രകളും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം കൂടുതലുള്ള ചിലരൊക്കെ കളിച്ചു തുടങ്ങി, ചെറിയ ചെറിയ വേഷം ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത് അസാധ്യമായ ഒരു കാര്യമല്ല, നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഥകളി എന്ന് പറയുന്നത്. അതിന് സംസ്കൃത പദങ്ങൾ ഒരുപാടുണ്ട്. സംസ്കൃതം എന്ന് പറയുമ്പോൾ ഇപ്പം നാലിനത്തിലും ഒക്കെ ഉള്ള സംസ്കൃത പദങ്ങളൊക്കെ ഭയങ്കരമാണ്. സാമരസാമ വധൂമത ഭൂമ വിരാമത കോമളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവില്ല. അത് നമുക്ക് അത്രയും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പഠിക്കും, മനസ്സിലാക്കിയും സംസ്കൃത പദങ്ങളുടെ അർത്ഥം നോക്കിയും പറഞ്ഞു നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് അറിഞ്ഞു നോക്കിയാണ് ഇങ്ങനെ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കഥകളി എന്ന അതിന് ഒപ്പം വയ്ക്കാൻ വേറെ ഒരു കല ഇല്ല. അതിനകത്ത് എന്തില്ല, നൃത്തമുണ്ട്, പാട്ടുണ്ട്, ശൃംഗാരമുണ്ട്, പദങ്ങളുണ്ട്, അത് ഓരോ പദങ്ങളുമുണ്ട്. ശൃംഗാരം, ഹാസ്യം, കരുണം, വീരം, രൗദ്രം, ഭീവത്സം, ഭയാനകം, അത്ഭുതം, ശാന്തം, ഇങ്ങനെ 9 രസങ്ങളാണ് അതിനകത്തുള്ളത്. ആ 9 രസങ്ങളും അത് ഭംഗിയായിട്ട് ഒരു കഥകളി അഭ്യസിച്ച് ഒരാൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കലയാണ് കഥകളി. എന്നൊരു അവസരം കിട്ടിയോണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇനിയിപ്പം ഉടനെ തന്നെ അവരിങ്ങനെ എത്താറായി. ഇങ്ങനെ ഒരു അബദ്ധമല്ല, അവർ ട്രെയിനിൽ വന്ന് ട്രെയിൻ ലേറ്റായതുകൊണ്ട് അവിടെ ഇറങ്ങി വേറെ ആട്ടോ പിടിച്ചാണ് അവർ വരണത്. അപ്പം അവർ ഉടനെ തന്നെ എത്തും. മിക്കവാറും ഒരു 5-10 മിനിറ്റിനകത്ത് അവരിവിടെ എത്തും. അപ്പോഴേക്കും നമ്മളതിൻ്റെ ആരംഭം തുടങ്ങാം. എല്ലാവരും സമാധാനത്തിരിക്കണം.